ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാജേഷ് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. അവൻ അമ്മയും സഹോദരിയും ഏട്ടത്തിയുമുണ്ട്. അച്ഛനും അവൻ്റെ ഏട്ടനും സംസ്ഥാനത്തിന് വെളിയിൽ ജോലി ചെയ്യുന്നതിനാൽ 1-2 മാസം കൂടുമ്പോഴേ വീട്ടിൽ വരാറുള്ളൂ. അമ്മയുടെ പേര് രാധ. വയസ്സ് 47. പ്രായത്തിന് വെല്ലുന്ന ശാലീന സുന്ദരിയായ വീട്ടമ്മ. മകൾ രമ ബികോം ആദ്യ വർഷ വിദ്യാർത്ഥി. അമ്മയെ കടത്തിവെട്ടുന്ന സൗന്ദര്യമുള്ള മകൾ. അച്ഛൻ ചന്ദൻ ഗുജറാത്തിൽ ബേക്കറി നടത്തുന്നു. ചേട്ടൻ അശോക് MCom കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ കൂടി ബേക്കറി ബിസിനസ്സിൽ കൂടി. ചേട്ടൻ ബിസിനസ്സിൽ സഹകരിച്ചു തുടങ്ങി. 1 വർഷമായപ്പോഴേക്കും പിടിച്ചു കെട്ടിച്ചു. ഏട്ടത്തിയുടെ പേര് ആശ എന്നാണ്. വളരെ അടക്കവും ഒതുക്കവുമുള്ള, അതിൽ പരം വളരെ സുന്ദരിയായൊരു ഏട്ടത്തി. ഏട്ടത്തി എന്നെപ്പോലെ തന്നെ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. ഏട്ടത്തി BA ഇംഗ്ലീഷാണ്. ഞാനും ഏട്ടത്തിയും ഒരേ കോളേജിലാണെങ്കിലും ഏട്ടത്തിയെ ഞാൻ ആദ്യമായി കാണുന്നത് ഏട്ടന് വേണ്ടി പെണ്ണ് കാണാൻ പോയപ്പോഴാണ്. എൻ്റെയും ഏട്ടത്തിയുടെയും ക്ലാസ്സുകൾ വേറെ വേറെ ബിൽഡിങ്ങുകളിലാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിനൊപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിരങ്ങിക്കൊണ്ടിരുന്ന ഞാൻ ഏട്ടത്തിയെ മാത്രം കണ്ടില്ല. എൻ്റെ അനിയത്തി രമ വീടിനടുത്തുള്ള കോളേജിലാണ് പഠിക്കുന്നത്. ഞാനും ഏട്ടത്തിയും കുറച്ച് മാറി കോളേജിലും. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഏട്ടനെ തിരിച്ച് ഗുജറാത്തിലേക്ക് പോയി. അച്ഛൻ കല്യാണം കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയിരുന്നു. ചേട്ടത്തിയെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഏട്ടന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പഠനം പൂർത്തിയായിട്ട് താൻ ഇങ്ങോട്ടുമുള്ളൂ എന്നതായിരുന്നു ഏട്ടത്തിയുടെ നിലപാട്. ഞാൻ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുന്ന ആളായിരുന്നു. ആവശ്യത്തിന് വെള്ളമടിയും വലിയും പിന്നെ അത്യാവശ്യം ചുറ്റിക്കളികളുമായി ആസ്വദിച്ച് ജീവിക്കുന്നു. എന്നാൽ വീട്ടിലെത്തിയാൽ എല്ലാവരെയും പോലെ തന്നെ മിസ്റ്റർ പെർഫെക്റ്റ് ചമയാൻ ശ്രമിക്കാറാണ് പതിവ്. ഏട്ടൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് ഏട്ടത്തിയെ കോളേജിൽ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഡ്യൂട്ടി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എനിക്കതൊട്ടും ദഹിച്ചില്ല. കാരണം എൻ്റെ പല കുരുത്തക്കേടുകൾക്കും വിലങ്ങുതടിയാവുന്ന തീരുമാനമായിരുന്നത്. കോളേജിൽ തന്നെയുള്ള തൻ്റെ കുട്ടികളുമായി കോളേജിൻ്റെ പിന്നിലുള്ള പണിതീരാത്ത ബിൽഡിങ്ങിൽ വെച്ചുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി അറിയുമോ എന്ന ഭയം എനിക്കുണ്ടായി. എൻ്റെ പഴയ ബൈക്കിന് പകരം ഏട്ടൻ പുതിയ ബുള്ളറ്റ് മേടിച്ച് തന്നതുകൊണ്ട് മാത്രം ഞാൻ ഏട്ടത്തിയെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. ഏട്ടത്തി അത്യാവശ്യം കമ്പനി കൂടാൻ ടൈപ്പായതുകൊണ്ട് ഞാനും ഏട്ടത്തിയും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി മാറി. അത്യാവശ്യം വലുപ്പമുള്ള 2 നില വീടാണ് എൻ്റെത്. എൻ്റെയും ഏട്ടൻ്റെയും മുറി മുകളിലത്തെ നിലയിലും അമ്മയും അനിയത്തെയും താഴത്തെ നിലയിലുമാണ്. രാത്രിയായാൽ കഴിഞ്ഞാൽ പിന്നെ ഓരോ ചാറ്റിങ്ങുമായി ഞാനങ്ങനെ സമയം കളയും. രാവിലെ എന്നെ കുത്തിപ്പോകുന്ന ജോലി അമ്മയ്ക്കായിരുന്നു. അനിയത്തി വന്ന് എന്നെ എണീപ്പിക്കാൻ നോക്കിയ അന്നെല്ലാം അവസാനം എന്നെയും അവളെയും പിടിച്ചു മാറ്റേണ്ട ഗതികേടുള്ളതുകൊണ്ട് ഇപ്പം അവളെ അമ്മ വിടാറില്ല. അനിയത്തിയെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. എന്തെങ്കിലും കാര്യത്തിൽ തല്ല് പിടിച്ചാലേ സമാധാനമുള്ളൂ. അവൾക്കും അങ്ങനെ തന്നെ. ഞങ്ങളത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏട്ടത്തി എൻ്റെ കൂടെ കോളേജിൽ വരാൻ തുടങ്ങിയതിൽ പിന്നെ എന്നെ കുത്തിപ്പോകുന്ന ജോലി ഏട്ടത്തി ഏറ്റെടുത്തു. പതിവ് പോലെ രാവിലെ ഏട്ടത്തിയുടെ അലാറം കേട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. മനു, എടാ എഴുന്നേൽക്ക്, ഏട്ടത്തി 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു കിടന്നുറങ്ങി. സമയം 8:30 എന്തൊരുറക്ക. ഒന്ന് എഴുന്നേറ്റ്, കോളേജിൽ പോകാൻ സമയമായിട്ടാ. ഇനിയും എണീറ്റില്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കും കേട്ടോ. ആ ഭീഷണിയിൽ ഞാൻ വീണു. കാരണം അമ്മ വന്നാൽ എന്താ നടക്കുക എന്നത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എനിക്ക്. ഞാൻ എണീറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് താഴേക്ക് ചെല്ലുമ്പോൾ അനിയത്ത് എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ചൊറിയൻ സ്വഭാവം തുടങ്ങി. ഞാൻ പതിയെ ചെന്ന് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് എടുത്ത് അതിൽ നിന്നും കഴിച്ചുകൊണ്ട് അപ്പുറത്തെ ചെയറിലിരുന്നു. എന്തിനാണ് അതിൻ്റെ പ്ലേറ്റ് എടുത്തേ? അനിയത്തിക്ക് ദേഷ്യം പിടിച്ചു. നീ എന്നെ വിളിക്കാണ്ട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ നോക്കിയില്ലേ? അതുകൊണ്ട്. പിന്നെ ഉച്ചവരെ കിടന്നുറങ്ങണ നിന്നെ നോക്കി പട്ടിണി കിടക്കാൻ എനിക്ക് വട്ടല്ലേ? നോക്കിയിരിക്കണം. സ്നേഹമുള്ള അനിയത്തിമാർ അങ്ങനെയാ. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കിച്ചിരി സ്നേഹം കുറവാ. നീ കളിയാക്കാതെ എൻ്റെ പ്ലേറ്റ് തിരിച്ചതാ. അവളേക്കാൾ 2 വയസ്സിന് മൂത്തതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ പോടാന്നൊക്കെയാ അവൾ വിളിക്കുകയുള്ളൂ. പിന്നെ എനിക്കും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ഈ പ്ലേറ്റ് ഞാൻ തരൂല. നീ വേണമെങ്കിൽ അടുക്കളയിൽ പോയി വേറെ പ്ലേറ്റ് എടുത്ത് കഴിക്കുക. നീ പോയി എടുക്ക്. ഇത് എൻ്റെ പ്ലേറ്റാ. ഇത് മേടിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അടിപിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പ്ലേറ്റിൽ നിന്നുള്ള പിടി ഞാൻ വിട്ടപ്പോൾ അവൾ പ്ലേറ്റുമായി അവളുടെ സീറ്റിലേക്ക് തിരിച്ചു പോയിരുന്നു. എന്നിട്ട് എന്നെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാനങ്ങനെ തോൽവി സമ്മതിച്ച് വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ലെന്ന് അവൾക്കറിയാം. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നവളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്നും പറയാത്തതും അവളെ ചിന്തിപ്പിച്ചിരിക്കാം.
ഞാനൊരു പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴേക്കും ഏട്ടത്തി ഫൈനൽ മേക്കപ്പും കഴിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ കയറി കോളേജിലേക്ക് യാത്രയായി. അതിനിടയ്ക്ക് ഏട്ടത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ എന്തൊക്കെയോ മറുപടിയും പറഞ്ഞുകൊണ്ട് കോളേജിലെത്തി. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്കും ഏട്ടത്തിയുടെ ക്ലാസ്സിലേക്കും പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ ശ്രുതിയെ വിളിച്ചു. എൻ്റെ കൂട്ടുകാരിയായിരുന്നു ശ്രുതി. മുറിച്ചെറുക്കനുമായി നേരത്തെ തന്നെ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന അവളായി എനിക്ക് സുഹൃത്ത് ബന്ധം മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഇടയ്ക്കിടെ ക്ലാസ്സിൽ വെച്ച് എന്നെ നോക്കുമായിരുന്നു. ഞാനിടയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുകയും ചെയ്തു. ഒടുവിൽ ലഞ്ച് ബ്രേക്കിനുള്ള സമയമായപ്പോൾ എൻ്റെ അടുത്തേക്ക് അവൾ വന്നു. ഞങ്ങളവിടെ സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഏട്ടത്തി ഞങ്ങളെ കണ്ടു. ഞങ്ങൾ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ ഏട്ടത്തി ഒന്നും പറയാതെ തിരിച്ചു നടന്നു. ഏട്ടത്തിയെ കണ്ട അമ്പരപ്പിൽ നിന്ന് മാറി പേടി വന്നു തുടങ്ങിയിരുന്നു. എനിക്ക് ഇതെല്ലാം വീട്ടിൽ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പ്രണയമാണെന്നെങ്ങാനും വരുത്തി തീർക്കുമോ എന്ന ഭയമായിരുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോണേന്നുള്ള ടെൻഷൻ കാരണം എനിക്കെന്തോ പോലെ ആവുന്നുണ്ടായിരുന്നു. എൻ്റെ ടെൻഷൻ ശ്രുതിയെ കാണിക്കാതെ അത് ഏട്ടത്തിയെ ആരോടും പറയാതെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് വിട്ടു. ഏട്ടത്തി വീട്ടിൽ ചെന്ന് പറഞ്ഞു സീനാക്കിയ ആകെ നാണക്കേടാവുമല്ലോ എന്ന ടെൻഷനിൽ ഞാൻ ക്യാൻറ്റീനിൽ പോയിരുന്നു. ഇനി ഏട്ടത്തിയുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന ചിന്ത എന്നെ വട്ടുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇരിപ്പുറയ്ക്കാത്തത് കൊണ്ട് ഫ്രണ്ട്സിനെ വിളിച്ച് ക്ലാസ് കട്ട് ചെയ്ത് ഫ്രണ്ടിൻ്റെ റൂമിൽ പോയി ഒരു ഫുള്ള് മേടിച്ച് കഴിക്കാൻ തുടങ്ങി. സാമാന്യം നല്ല രീതിയിൽ ബോധം പോയപ്പോൾ ഒരു ധൈര്യം വന്നു. ഞാനെന്തിനു പേടിക്കണം എന്ന ചിന്തയോടെ കോളേജ് വിട്ട ടൈമിൽ ഞാൻ ഏട്ടത്തിയെ വിളിക്കാൻ വേണ്ടി ചെന്നു. ഞാൻ ചെന്നപ്പോൾ എന്നെ നോക്കി നിൽക്കുന്ന ഏട്ടത്തിയെയാണ് ഞാൻ കണ്ടത്. എന്നെ കണ്ടതോടെ മുഖം കടന്നൽ കുത്തിയ പോലെയായി. എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയപ്പോൾ നേരെ പോലെ നോക്കാതെ കയറി ബാക്കിലിരുന്നു. പെട്ടെന്ന് എൻ്റെ ദേഹത്തേക്ക് ചേർന്ന് ദേഷ്യത്തോടെ ഒരു നോട്ടം കൂടെ നോക്കിയിട്ട് നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഇല്ല എന്നങ്ങ് പറഞ്ഞു ഞാൻ. ഏട്ടത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും ടപ്പയെന്നൊരു ശബ്ദം കേട്ടു. ഏട്ടത്തി എൻ്റെ പുറത്തിനിട്ട് ഒരു വീക്ക് തന്നിട്ടായിരുന്നു ഇറങ്ങിപ്പോയത്. ഞാൻ നോക്കുമ്പോൾ ഏട്ടത്തി തിരിഞ്ഞു പോലും നോക്കാതെ ഓട്ടോയിൽ കയറിപ്പോകുന്നതാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഏട്ടത്തി ഇന്ന് എല്ലാം വീട്ടിൽ ചെന്ന് പറയുമെന്ന്. മദ്യത്തിൻ്റെ പവറിൽ എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഞാൻ തിരിച്ച് റൂമിൽ ചെന്ന് കട്ടിലിൽ കയറി ഒറ്റ കിടപ്പായിരുന്നു. പിന്നെ എണീറ്റത് 8 മണിക്കാണ്. കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്കങ്ങനെ റൂമിലിരുന്ന് ഓഫാകാറുള്ളതാ. എന്നാൽ ഏട്ടത്തി വന്നത് പിന്നെ ഇതാദ്യമാണ്. ഉറങ്ങി എണീറ്റപ്പോൾ കെട്ടിറങ്ങിയ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള പുകിലോർത്ത് ചാടി എണീറ്റ് മുഖം കഴുകി സ്പ്രേയും അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്നത്. നോക്കുമ്പോൾ അമ്മയാണ്. എനിക്കാകെ വെപ്രാളമായി. ഏട്ടത്തിയെല്ലാം പറഞ്ഞു കാണുമോ എന്ന ചിന്ത എന്നെ ഭയപ്പെടുത്തി. ഞാൻ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തപ്പോൾ അമ്മ ഇങ്ങോട്ട് ചോദിക്കുക കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് വരാറായില്ലേ എന്ന്. എൻ്റെ ശ്വാസം നേരെ വീണു. ഏട്ടത്തിയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് ദാ വരുക ഇവിടെ നിന്നിറങ്ങി എന്ന് പറഞ്ഞു. അല്ല കോളേജിൽ പ്രോഗ്രാമാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ ഞാൻ ചോദിച്ചു. അപ്പം അമ്മ പറയുക അത് കൊള്ളാം, കോളേജിൽ പ്രോഗ്രാമുണ്ട്, താമസിച്ചേ വരുമെന്ന് നിൻ്റെ ചേട്ടത്തിയോട് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ ആരോ പറഞ്ഞേന്നോ? ആ ശരി ശരി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്തു. അപ്പോൾ ഏട്ടത്തിയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല എന്നെ രക്ഷിക്കുകയും കൂടി ചെയ്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഏട്ടത്തിയോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. ഞാൻ ബൈക്കും എടുത്ത് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. എങ്കിലും ഏട്ടത്തി എങ്ങനെ ഫേസ് ചെയ്യും എന്ന പേടി എനിക്കുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തി. ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അനിയത്തി വന്ന് കതക് തുറന്നു. എന്നെ കണ്ട അനിയത്തിയുടെ മുഖത്ത് വിരിഞ്ഞ ഭാവങ്ങൾ നാണത്തിൻ്റെയോ അതോ ദേഷ്യത്തിൻ്റെയാണോ എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അമ്മയുടെ പുന്നാര മോൻ വന്നു എന്ന് പറഞ്ഞവൾ എനിക്ക് മുഖം തരാതെ അകത്തേക്ക് നടന്നു കളഞ്ഞു. ഞാൻ അകത്തേക്ക് പോയപ്പോൾ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ പ്രോഗ്രാം എന്നും ചോദിച്ച് ആയിരുന്നു അമ്മയുടെ വരവ്. കോളേജ് ഡേയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തടി തപ്പി. അവിടൊന്നും ഏട്ടത്തെ കാണാത്തത് കൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു. അവൾ മുറിയിലിരുന്ന് പഠിക്കുന്നുണ്ട് അമ്മ പറഞ്ഞു. അമ്മ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ അമ്മയുടെ പുറകെ ചെന്ന് അടുക്കളയിൽ ചെന്ന് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ച് എൻ്റെ ഫുഡും വാങ്ങി ഞാൻ പുറത്തേക്ക് നടന്നു. അമ്മയോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞു എൻ്റെ റൂമിലേക്ക് പോയി. എൻ്റെ റൂമിൻ്റെ മുൻപാണ് ഏട്ടൻ്റെ റൂം. വാതിലിനിടയിലൂടെ ഞാൻ നോക്കുമ്പോൾ കണ്ടത് ചേച്ചി ഇരുന്ന് പഠിക്കുന്നതായിരുന്നു. ചേച്ചിയുടെ മുൻപിൽപ്പെട്ടാലുള്ള ജാള്യതയോർത്ത് ഞാൻ പതിയെ ശബ്ദം കേൾപ്പിക്കാതെ എൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിൽ കയറി വാതിൽ ചാരി ഞാൻ നേരെ കിടന്നു. പിന്നെ ഫോണൊന്നും നോക്കാൻ നിന്നില്ല, വേഗം കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഫോൺ എനിക്ക് വന്നു. ഏട്ടത്തിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള മടിയോടെ ഞാൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി നിന്ന്
ബെല്ലടിച്ച് ഫോൺ കട്ടായി. ഞാൻ കട്ടായി എന്ന് വിചാരിക്കുമ്പോഴേക്കും പിന്നെയും റിങ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഏട്ടത്തി തന്നെയായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ ഫോൺ എടുത്തു. പക്ഷേ ഞാൻ ഫോൺ എടുത്ത ഉടനെ തന്നെ ഫോൺ കട്ടാവുകയാണ് ചെയ്തത്. ഞാൻ തിരിച്ചു വിളിക്കാൻ നിൽക്കാതെ രാവിലത്തെ പരിപാടികളൊക്കെ തീർത്ത് താഴേക്ക് ചെന്നു. താഴെ അനിയത്തി പതിവ് പോലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ പോലെ വഴക്കടിക്കാൻ നിൽക്കാതെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അനിയത്തി എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ തിരിഞ്ഞു നിന്ന് പാത്രങ്ങൾ കഴുകുകയായിരുന്നു. അമ്മയെ ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ മുഖത്ത് എന്തോ പെട്ടെന്നൊരു ദേഷ്യം ഞാൻ കണ്ടു. അപ്പോൾ തന്നെ അമ്മ എന്നോട് ചോദിച്ചു, എന്താടാ രാവിലെ തന്നെ ഒരു വശപ്പിശക്? ഞാൻ ഒന്നുമല്ലെന്നും പറഞ്ഞ് ഒരു പ്ലേറ്റ് എടുത്ത് ഫുഡ് കോരിയിട്ട് കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്ക് അനിയത്തി വന്ന് എത്തി നോക്കിയിട്ട് പോകുന്നതും ഞാൻ കണ്ടു. ഇന്നലത്തെ ഇൻസിഡൻറ്റോടെ അവളെ കാണുമ്പോഴെല്ലാം എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. അത് കഴിച്ച് കൈ കഴുകി ഞാൻ മുൻവശത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഏട്ടത്തി ഇറങ്ങി വരുന്നത് കണ്ടു. എന്നെ നോക്കുന്നത് പോലുമില്ല. ഞാൻ ചെന്ന് ബൈക്ക് എടുത്തു. ഏട്ടത്തി സാധാരണ പോലെ വന്ന് സൈഡ് ചെരിഞ്ഞ് കയറിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ബൈക്ക് മുന്നോട്ടെടുത്തു. സാധാരണ വണ്ടിയിൽ കയറിയാൽ മുതൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏട്ടത്തി അന്നൊന്നും മിണ്ടുന്നില്ലായിരുന്നു. എന്തെങ്കിലും എന്നോട് ചോദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ഒന്നും മിണ്ടാതെ കോളേജ് എത്തിയപ്പോൾ ഏട്ടത്തി ഇറങ്ങി ക്ലാസ്സിലേക്ക് പോയി. അവസാനം ഞാനും ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിൽ ചെന്നിട്ടും എൻ്റെ ചിന്ത വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഏട്ടത്തിയുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു. നന്മ തിന്മകളുടെ വടംവലിക്ക് ശേഷം എപ്പോഴത്തെയും പോലെ തിന്മ തന്നെ ജയിച്ചു. അച്ഛൻ അടുത്തില്ലാത്തത് കൊണ്ടുള്ള അമ്മയുടെ വിരസത എനിക്കറിയാമായിരുന്നു. ഇടയ്ക്ക് ശ്രുതി എന്നെ നോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇൻ്റർവെല്ലിന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ, സീനാക്കിയോ എന്നൊക്കെയായിരുന്നു അവൾക്കറിയേണ്ടിയിരുന്നത്. അത് ഞാൻ കാല് പിടിച്ച് ശരിയാക്കിയെടുത്തു എന്ന് അവളോട് ഞാൻ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. അതോടെ അവളുടെ മുഖത്തെ ടെൻഷൻ മാറി. ക്ലാസ് തീർന്ന് ഞാൻ ഫ്രണ്ടിൻ്റെ ഒപ്പം ബൈക്ക് പാർക്കിങ്ങിലെത്തിയപ്പോൾ ഏട്ടത്തി അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ വരുന്നത് കണ്ടിട്ടും ഏട്ടത്തി എന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുവാണ്. ഞാൻ വന്ന് ബൈക്ക് എടുത്തതും കക്ഷി ബൈക്കിൽ കയറിയിരുന്നു. രാവിലത്തെ പോലെ തന്നെ കക്ഷിയൊന്നും മിണ്ടുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു, എന്നോട് ദേഷ്യമാണോ ഏട്ടത്തി? ഏട്ടത്തി മുഖത്തെ ഗൗരവം മാറ്റാതെ തന്നെ പറഞ്ഞു, ഞാൻ എന്തിന് നിന്നോട് ദേഷ്യപ്പെടണം? അതോടെ എൻ്റെ വായടഞ്ഞു. ഞാൻ പിന്നെ മിണ്ടാത്തത് കൊണ്ടായിരിക്കും. പുള്ളിക്കാരത്തി ചോദിച്ചു, ഏതാ കൊച്ച്? എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാ. എത്ര കാലമായി നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടായിട്ട്? ഒരു ചിരിയോടെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ്, ഇഷ്ടത്തിലൊന്നുമല്ല. എന്നിട്ടാണോ നിങ്ങളവിടെ കൊഞ്ചിക്കൊഴിഞ്ഞിരുന്നത്? അതിന് ഞങ്ങൾ കൊഞ്ചിക്കൊഴിഞ്ഞൊന്നുമില്ലല്ലോ. പരസ്പരം സഹായിക്കുന്ന നല്ല കൂട്ടുകാരാണ് ഞങ്ങൾ. ശരി, അതൊക്കെ പോട്ടെ. ചേട്ടത്തിക്ക് എന്താ ജീവിത ലക്ഷ്യം? എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായി ഒരു ജോലി സമ്പാദിക്കണം. അതൊക്കെ വേണം, നല്ല കാര്യമാണ്. ഒപ്പം ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത മറ്റൊന്നുണ്ട്. അതെന്താ? ഓരോ പ്രായത്തിലും അറിയേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്നറിയേണ്ടത് നാളത്തേക്ക് മാറ്റിവെച്ചാൽ ഇന്നത്തെ ദിവസം ജീവിതത്തിലെ ദിനങ്ങളിൽ നിന്നും എന്നേക്കുമായി മായ്ച്ച് നഷ്ടമായി പോകും. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും വീടെത്തി. ആ സംസാരം തുടരാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വീടെത്തിയതിനാൽ ഞങ്ങൾ സൈലൻ്റായി അകത്തേക്ക് കയറി. അനിയത്തി സോഫയിലിരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും എന്നോടെന്തോ പറയാൻ പോലെ എണീറ്റ് വന്നു. പെട്ടെന്ന് അമ്മ ഹാളിലേക്ക് വന്നതുകൊണ്ട് തിരിച്ചുപോയി സോഫയിലിരുന്നു. ഞാൻ നേരെ ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് ചെന്നു. അമ്മയ്ക്ക് എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കാതെ ദോശയും കടലക്കറിയുമാണെന്ന് അമ്മ പറഞ്ഞു. അമ്മ ഹാളിലേക്ക് പോയി. ഞാൻ ഫുഡും കഴിച്ച് പുറത്തേക്കിറങ്ങി. കവലയിൽ ചെന്ന് കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അത്താഴവും കഴിച്ച് റൂമിലേക്ക് പോകുമ്പോൾ പതിവില്ലാതെ ഏട്ടത്തിയുടെ മുറിയുടെ ഡോർ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേയുള്ളൂ. ചേച്ചി അവിടെ എൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏട്ടത്തി ഉറങ്ങിയില്ലേ? ഇല്ലടാ, ഉറക്കം വരുന്നില്ല. നമുക്കെന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ആദ്യമായിട്ടാണ് കല്യാണശേഷം ഞാൻ ആ മുറിയിലേക്ക് കയറുന്നത്. മടിച്ച് ഞാൻ ചെന്ന് അവിടെ ഇരുന്നു.